നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് പകൽ സമയം വീണ്ടും ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കത്തക്കവണ്ണം കർത്താവ് സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനാണെന്നും മറ്റുമൊക്കെ നമ്മൾ ഇതിനകം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞു. എന്നാലും നമുക്ക് ഇവിടെ ഈ രക്ഷയോടുള്ള ബന്ധത്തിലും മറ്റുമൊക്കെ ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മുടെ മനസ്സ് സംബന്ധിച്ച കാര്യങ്ങളാണ്. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് പഠിക്കാനുമുണ്ട്. മനസ്സിനെ കേന്ദ്രീകരിച്ച് നിർത്തുന്ന മാനസികമായ നിലയിലുള്ള നമ്മുടെ ആത്മിക പോരാട്ടം അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ആത്മിക പോരാട്ടത്തെ സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആത്മിക പോരാട്ടം ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്നത്, മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചോ അവന് എന്നും പോരാട്ടത്തിലാണ്. പോരാട്ടം ചില ആളുകൾ എപ്പോഴും അങ്ങനെ പോരാട്ടം എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട്, അങ്ങനെ പോരാട്ടം എന്ന് പറഞ്ഞത് കൊണ്ട് തീരുന്നതല്ല ഈ പോരാട്ടം. അതിന് ചില വ്യവസ്ഥകളും നിബന്ധനകളും ഒക്കെ ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. ഈ പോരാട്ട ജീവിതം മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ വളരെ സംഘർഷത്തിലെത്തിക്കുന്ന, ആത്മിക ജീവിതം തന്നെ തകരാറിലാക്കുന്ന പ്രശ്നങ്ങളാണത്. മനുഷ്യ ജീവിതത്തിനെ ദുസ്സഹമാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതിന് ഉള്ള ഉപാധികൾ ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണാനുമുണ്ട്. എങ്ങനെ അതിനെയൊക്കെ നേരിടാം എന്നുള്ള കാര്യം, എങ്ങനെ ഇതിനെ നേരിടാം, ദൈവത്തെ ആഴത്തിൽ അറിയുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഉപാധി. ദൈവത്തെ ആഴത്തിൽ അറിയുക, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ ചിലർക്കും ഉള്ളൂ. ചിലർക്കൊക്കെ ഒരു കേൾവി, ദൈവത്തെ അറിയാം, ദൈവത്തെക്കുറിച്ച് അറിവുണ്ട്. അത് മറ്റുള്ളവർക്കുണ്ടല്ലോ ഈ അറിവ്. യേശു ദൈവമാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അത് നിരീശ്വരവാദികൾക്കും അറിയാം യേശു ദൈവമാണെന്ന്. പക്ഷെ അത് പോരായല്ലോ. ദൈവത്തെ അവൻ നല്ലവനെന്ന് രുചിച്ചറിയണ്ടേ. ദൈവം യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പം മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയേണ്ടതാണ് ക്രിസ്തുവിനെയും അവന്റെ വചനത്തെയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനസ്സിനെ കുറിച്ച്. അപ്പം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. യേശുവിനെ അവന്റെ ശിഷ്യന്മാരെയും അന്ധമായിട്ട് അനുഗമിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ, പരീശന്മാരും ശാസ്ത്രിമാരും, അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന്. അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അതവർ കണ്ടുപിടിച്ചു. നിന്റെ ശിഷ്യന്മാര് ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുന്നില്ലല്ലോ. ശുദ്ധീകരണം. യേശു അവരോട് പറഞ്ഞ വാക്ക് നമുക്കറിയാം. യേശു എന്താണ് പറഞ്ഞതെന്ന്.
യേശു പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒന്നും തന്നെ നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് അത് നിങ്ങളെ നിശ്ചയമായിട്ടും അശുദ്ധരാക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ അശുദ്ധരാക്കുമെന്ന്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്ത, ദുഷ്ട ആലോചന, ചതി, അതുപോലുള്ള കുറെ കാര്യങ്ങൾ ദൈവവചനത്തിൽ കർത്താവ് തന്നെ എടുത്തു പറഞ്ഞു. ഇത് നിങ്ങളെ അടിമുടി നിങ്ങളെ ദോഷത്തിലേക്കും സങ്കടത്തിലേക്കും വഴി നടത്തും. ഇവിടെ നമുക്ക് യേശു അവൻ സ്വർഗസ്ഥ പിതാവ് എന്ന് നമുക്കറിയാം. സ്വർഗത്തിലെ ദൈവം സ്വർഗസ്ഥ പിതാവ് എന്ന് നമുക്കറിയാം. അപ്പൊ അതേ സമയം തന്നെ ഈ ലോകത്തിന്റെ ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ അധിപതി നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന കുറെ കാര്യങ്ങൾ നമ്മളെ അശുദ്ധരാക്കാൻ, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകറ്റാനൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. നമ്മളെ ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്നു. നമ്മുടെ ഹൃദയം മോശമായി തീരുന്നു. നമ്മുടെ മനസ്സ് ചീത്തയാകുന്നു. അപ്പൊ ഇതിനുള്ള ഉപാധികളൊക്കെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്നതിന് പറയും. ഈ ദുഷ്ടലോകത്തിൽ, ഈ വഞ്ചനയും ചതിവും വക്രതയുമുള്ള ഈ ലോകത്തിൽ നമുക്ക് വഞ്ചനയില്ലാതെ, വക്രതയില്ലാതെ, ദുഷ്ടതയില്ലാതെ ജീവിക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ചില വേദഭാഗങ്ങളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതായത് എഫേസ്യ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ ഈ ലോകത്തിന്റെ കാലഗതിക്ക് തക്കവണ്ണവും മണ്ഡലത്തിലെ അധികാരങ്ങൾക്കും അല്ലേ അനുസരണമില്ലാത്ത തലമുറകൾ ഇപ്പോൾ വ്യാപരിക്കുന്ന 2:2. അതെ, ഞാൻ വായിക്കാം. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നെന്ന്. മുമ്പത്തെ കാര്യം പറയുക. മുമ്പേ ആ വേദഭാഗത്ത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചാൽ കാണാം മുമ്പേ എങ്ങനെയായിരുന്നു. 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ഇതൊക്കെ നമ്മുടെ മുമ്പത്തെ നടപ്പ് എങ്ങനെയായിരുന്നു. ആ മുമ്പത്തെ നടപ്പ് പിന്നെ 2-ാമത്തെ അധ്യായത്തിന്റെ, ശ്രദ്ധിക്കണേ, എഫേസ്യ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഇത്രയും വേദഭാഗങ്ങൾ. കൊലോസ്യ ലേഖനത്തിലും അങ്ങനെയുണ്ട്. ഇതൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ ഇത്. അപ്പം കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഇതിപ്പോ ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ നമുക്ക് ദൈവം തരുന്നുണ്ട്.
എങ്ങനെയായിരിക്കണം ഈ ഭൂമിയിൽ മുമ്പേ ആയിരുന്ന ഒരു പ്രവണതയും രീതിയും മുമ്പേ എങ്ങനെയായിരുന്നു? ആ മുമ്പത്തെ ജീവിതം നമ്മെ എവിടെ കൊണ്ട് എത്തിച്ചെന്ന? മുമ്പേ നമ്മൾ ജീവിച്ച ജീവിത രീതി അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ടായി? അത് നമ്മളെ എവിടെ കൊണ്ട് എത്തിച്ചു? ഇതൊക്കെ നമുക്ക് തന്നെ അറിയാം എവിടെ കൊണ്ട് എത്തിച്ചെന്ന്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയും നമ്മുടെ കർത്താവിനെ നമുക്ക് രക്ഷകനായി സ്വീകരിക്കാനും സാധിച്ചത് കൂടാതെ ആ രക്ഷകനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാതെ ആ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു ആഴമായ നിലയിൽ കർത്താവിനെ അറിയാനും അന്വേഷിക്കാനും വിശ്വസിക്കാനും അതിൻ്റെ കുറെ കൂടെ ആഴത്തിലൊന്ന് ഇറങ്ങാമോ? കുറെ കൂടെ ആഴത്തിൽ. സമുദ്രത്തിൽ ഓരോ അവസ്ഥയിലാണ് മത്സ്യങ്ങൾ നിൽക്കുന്നത്. കടലിലെ വെള്ളത്തിൽ ഏറ്റവും മീതെ സാധാരണ മീനുകളാണ്. സാധാരണ മീനുകൾ കുറെ ആഴത്തിൽ ചെന്നാൽ കുറെ കൂടെ വലിയ മീനുകൾ, കുറെ കൂടെ ആഴത്തിൽ അതിനേക്കാൾ വലിയ മീൻ, കുറെ കൂടെ ഏറ്റവും ആഴത്തിലാണ് വലിയ ഭീമൻ തിമിംഗലങ്ങളും മറ്റുമൊക്കെ കഴിയുന്നത്. ആഴത്തിലേക്ക് ഇറങ്ങുന്നതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇതുപോലെ തന്നെയാണ് ദൈവവചന സത്യങ്ങളെ സംബന്ധിച്ചും. എഫേസ്യ ലേഖനത്തിൽ നമ്മുടെ നോട്ടിൽ തന്നെ അത് പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ മുമ്പേ നിങ്ങളുടെ ജീവിതാനുഭവം നിങ്ങളെ ഒരു കണക്കിന് നോക്കിയാൽ അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു. മുമ്പെടുത്ത നടപ്പ് അത് നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടെ സമാധാനത്തിലേക്ക് എത്തിച്ചോ? കുറെ കൂടെ സന്തോഷകരമായ നിലയിൽ ജീവിക്കാൻ മുമ്പത്തെ നടപ്പ് ഉതകിയിട്ടുണ്ടോ? ഒട്ടുമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ള ഗൗരവത്തിൽ വിട്ടാണ് നാം ഇപ്പോൾ ഈ മാർഗം സ്വീകരിച്ചത്. ഈ മാർഗം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറെ കൂടെ ആഴമുള്ളതാകട്ടെ, കുറെ കൂടെ ജീവിതത്തിൽ പരപ്പുള്ളതാകട്ടെ എന്നാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ നമുക്ക് ഈ തരണത്തിൽ ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരെന്ന് ഞാൻ വായിക്കാം. നിങ്ങൾ വായിക്കുമ്പോൾ അത് നെറ്റ് ശരിയാകുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മുമ്പേ എങ്ങനെയുള്ള രീതി, ഇവിടെ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും മറ്റുമൊക്കെ മുമ്പേ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് പൗലോസ്. മുമ്പേ, കുറെ മുമ്പേ, നമ്മുടെ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പ്, രക്ഷകനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, കർത്താവുമായിട്ട് നാം കൈ കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അത് ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നിട്ടേ ഉള്ളൂ. മനസ്സുകൊണ്ടാകുന്ന, അല്ലാതൊക്കെ അടുപ്പ് തന്നെയാ. ശാരീരികമായിട്ട് പക്ഷേ അടുത്തായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് വളരെ വളരെ അകന്നവര്, അങ്ങനെയുള്ളൊരു ആളുകളെ, അങ്ങനെയുള്ളവരെ ചേർക്കാനാണ്, അവരെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതും ഓർക്കുന്നതും. പ്രത്യേകിച്ച് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 36-37 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ അത് സംബന്ധിച്ചൊരു പരാമർശം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസിന്റെ 1-ാമത്തെ പ്രഭാഷണം പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നു. 1-ാമത്തെ പ്രഭാഷണം. ആ പ്രഭാഷണം അവിടെ പെന്തക്കോസ്ത് ദിവസം എല്ലാവരുടെയും മേൽ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് വേവലാതിയോ ആവലാതിയോ എന്തൊക്കെയോ മാനസികമായ സംഘർഷത്തിലെത്തി കൂടി നിന്ന പുരുഷാരം അവർ പത്രോസിനോട് ചോദിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്.
ഞങ്ങൾ എന്താണ് ഈ തരുണത്തിൽ ചെയ്യേണ്ടത്? ഉടനെ പത്രോസ് മറുപടി പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അടുത്ത വാക്ക് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരെന്നൊരു പദം അവിടെ കാണാനുണ്ട്. ദൂരെ, കുറെ ദൂരെ, മനസ്സുകൊണ്ട് അകന്നവർ. ഈ തരത്തിലുള്ളതായിരിക്കുന്ന ആത്മീക കൂട്ടായ്മയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ അകന്നു നിന്നവരെയൊക്കെ അവർക്കും ഈ അവകാശത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സുകൊണ്ടാകുന്നവരെ. മുമ്പേ ദുഷ്പ്രവർത്തികള്, അപ്പം ദുഷ്പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും അവനോടുള്ള നിർമ്മലതയും ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്നതൊക്കെ തന്നെ ദുഷ്പ്രവർത്തികളാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ളവരെ അപ്പം അതിൻ്റെതായ ചിന്തകളാണ് മനുഷ്യ മനസ്സിലുണ്ടാകുന്നത്. ആ ചിന്തകൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വിഷം നമ്മുടെ ഹൃദയത്തിൽ വ്യാപിച്ച് അത് പടർന്ന് ചിന്തിച്ച് നമ്മുടെ ചിന്ത, നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഈ ലോകത്തിൻ്റെതായ ചിന്തകളാണ്. ഈ ലോകത്തിൻ്റെതായ ഭാവം, ഈ ലോകത്തിൻ്റെതായ ചിന്തകളൊക്കെയാണ് മനുഷ്യ മനസ്സിനെ അലട്ടുന്നത് എന്ന് ഓർക്കണം. അപ്പം ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് മനുഷ്യ മനസ്സിനെ ഒട്ടനവധി വിവിധമായ പ്രശ്നങ്ങളിൽ കുടുക്കിയിടുന്നത് പിശാചിന്റെ പ്രോഗ്രാമിൽപ്പെട്ടതാണ്. എന്താണ് പിശാചിന്റെ ജോലി? പിശാചിന് എന്താ ജോലി ദൈവം കൊടുത്തിരിക്കുന്നത്? പിശാചിന് ദൈവം കൊടുത്ത ജോലി അല്ലത്. പിശാച് എപ്പോഴും അസൂയ ഉള്ളൊരു വ്യക്തിയാണെന്ന് ഓർക്കണം. അസൂയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുക്കാതെ, ദൈവത്തിൽ നിന്ന് അടുത്ത മനുഷ്യരെ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെ അകറ്റുക. ഇനിയും അകന്നു നിൽക്കുന്ന ആളുകളെ ദൈവത്തോട് അടുപ്പിക്കാതെ. ഇത്രയേ ഉള്ളൂ പിശാച് ചെയ്യുന്നുള്ളൂ. അടുത്ത് നിൽക്കുന്നവരെ അകറ്റുക. 2, ദൈവത്തോട് ആളുകൾ അടുക്കാതെ അവരെ അടുക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതാണ് പിശാചിന്റെ പ്രവൃത്തി. ഇത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം. 2, അല്ലാത്തവരും ശ്രദ്ധിക്കണം. ദൈവത്തോട് അടുക്കാൻ കുറെ താല്പര്യം, വേദപുസ്തകം ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കുന്നു, വേദപുസ്തകം വിശ്വസിക്കുന്നവരോട് സംസാരിക്കുന്നു, ചില ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു. ഇത് അന്ധകാര ലോകത്തിൽ ഇത് നടുക്കമുണ്ടാക്കുകയാണ്. ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ചിലര് അത് കേൾക്കാൻ പോകുന്നു. അന്ധകാര ലോകത്തിൽ നടുക്കമുണ്ടാകുന്നു. അവരെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പിശാച് വിചാരിക്കുക. അപ്പം ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളിൽ മനുഷ്യനെ കുടുക്കിയിട്ടിട്ട് ദൈവത്തോട് അടുക്കാതിരിക്കത്തക്കവണ്ണമുള്ള എല്ലാ കരുക്കളും നോക്കുന്നു പിശാച്. അതിനുള്ള കരുക്കൾ ഇണക്കുകയാണ്. അപ്പം മനുഷ്യ മനസ്സിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ ദുഷ്ടചിന്തകളും ദുഷ്ട പ്രവണതകളും എല്ലാം തന്നെ അതിനെയൊക്കെ നീക്കിക്കളഞ്ഞ് മനുഷ്യ മനസ്സിൽ ഒരു രൂപാന്തരം ഉണ്ടാകത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരു രൂപാന്തരം, മനുഷ്യ മനസ്സിൽ രൂപാന്തരം ഉണ്ടായി. അതിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഈ പച്ചിലകളിലൊക്കെ വന്നിരിക്കുന്ന
ചെറിയ ചെറിയ പുഴുക്കൾ. അതൊരു പ്യൂപ്പയായിട്ട് പച്ചില തിന്നു തീർക്കുക. പച്ചില തിന്നു തീർക്കുന്നു. ഒടുക്കം നമുക്ക് കാണാൻ പറ്റും ഒരു പ്യൂപ്പയായിട്ട് തീരുന്നു, ഒരു കൂടിനകത്തായി. ഒരു കൂടുണ്ടാക്കി അതിനകത്ത്. നമ്മളത് കണ്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കൂടിനകത്ത് പുഴു ഇരിക്കുന്നു ചില ദിവസങ്ങളോ ചില ആഴ്ചകളോ. അത് കഴിയുമ്പോൾ അതിൻ്റെ തീറ്റയൊക്കെ പച്ചലയായിരുന്നല്ലോ. ഒരു പ്യൂപ്പൽ സ്റ്റേജ് ഒരു കൂടിനകത്ത്. കുറച്ച് കഴിയുമ്പോഴോ ആ കൂട് പൊട്ടി പുറത്തു വന്നത് ഒരു മനോഹരമായ ചിത്രശലഭം പുറത്തു വന്നു. വിവിധ കളറുള്ള ഒരു ചിത്രശലഭം, നല്ല ചിറകൊക്കെ ഉണ്ട്. എവിടുന്ന് കിട്ടി ഈ ചിറക്? എവിടുന്ന് കിട്ടി ഇതിൻ്റെ ഈ പ്രത്യേകം നിറങ്ങൾ? ഇപ്പൊ അത് പറക്കാൻ പറ്റും. ഇതുവരെ കൂടിനകത്തിരുന്ന ഈ ജീവി ഇതിനിടയ്ക്ക് ആരെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ടുവന്നിട്ട് ഈ കൂട് പൊട്ടിച്ചാലോ? എല്ലാ ദിവസവും നോക്കി കൂടുണ്ട്, എല്ലാ ദിവസവും നോക്കി കൂട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു കുട്ടി വന്ന് ഈ കൂടങ്ങ് ബ്ലേഡ് കൊണ്ട് കീറി. എന്ത് സംഭവിക്കുമെന്നാ? നല്ല ചിത്രശലഭം പുറത്തു വരുമോ? വരുമെന്നോ ഇല്ലെന്നോ? ഇല്ല. ആ ചിത്രശലഭം പുറത്തു വരത്തില്ല. അതിനകത്തിരുന്ന പുഴു അങ്ങ് ചത്തു. അതിന് വളരാൻ സമയം കൊടുക്കണം. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, നമുക്കതിൽ യാതൊരു പങ്കുമില്ല. വളരാൻ അനുവദിക്കുക. ഒരു ദിവസം അത് കൂട് സ്വയം പൊട്ടി പുറത്തു വന്നു ചിത്രശലഭം. മുമ്പത്തെയും ഇപ്പോഴത്തെയും ഭക്ഷണക്രമം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മുമ്പ് എന്താണ് ഈ പുഴു തിന്നുകൊണ്ടിരുന്നത്? ഇപ്പോൾ എന്ത് തിന്നു? ഇപ്പോൾ എന്ത് തിന്നുന്നു? ഇപ്പൊ അതിന് ഇല വേണ്ട, ഇപ്പൊ അതിന് തേൻ മതി. ആകാശത്തൂടെ പറന്ന് എല്ലാ പുഷ്പങ്ങളിലും ചെന്ന് അത് നിന്നുണ്ടാകുന്ന തേൻ കുടിച്ചത് ജീവിക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിലെ വ്യത്യാസം ഇതാണ്. മനുഷ്യ ജീവിതത്തിൽ വന്ന രൂപാന്തരം ഇതാ രൂപാന്തരം. ഇങ്ങനൊരു രൂപാന്തരം ദൈവവചനത്തിന്റെ സ്വാധീനത്തിൽ മനുഷ്യനുണ്ടാകണം. മനസ്സിന് മാറ്റം വന്നു, മാനസിക വ്യതിയാനം, മനോഭാവത്തിന് വ്യത്യാസം, ഭക്ഷണത്തിൽ മാറ്റം. ഇനിയിപ്പം ഇല കൊടുത്താൽ പറ്റുമോ? ഇനിയും നല്ല ചെമ്പരത്തിയുടെ ഇലയോ റോസായുടെ ഇല കൊടുത്താലോ അത് തിന്നുമോ? അതിനെ തേനേ പറ്റൂ. അപ്പൊ നോക്ക്, ഈ പുഴുവിൻ്റെ ആന്തരിക സംവിധാനത്തിൽ വരെ മാറ്റം, പുറമേ മാറ്റം, അകത്തു മാറ്റം, പുറത്തു മാറ്റം. അതിൻ്റെ ചെറുകുടലിനും വൻകുടലിനും മാറ്റം വന്നു. അതിൻ്റെ അബ്ഡോമിനൽ സിസ്റ്റം മാറി. ഇനിയും ഇല പറ്റുകയില്ല, ഇനിയും തേനേ പറ്റൂ. ഇനിയും തേനെ ആ സ്റ്റൊമക്ക് സ്വീകരിക്കുകയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിലുള്ള രൂപാന്തരം, യഥാർത്ഥത്തിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദൈവിക സത്യമാണ്. ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ദൈവിക സത്യം. പ്രൈസ് ദി ലോർഡ്. ഈ നിലയിൽ വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അപ്പം ദൈവവചനത്തിൻ്റെ സ്വാധീനം നമുക്ക് വല്ലാതെ ധാരാളമായിട്ട് ഉണ്ടാകണം. അപ്പം ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന പോരാട്ടം,
അത് ഇന്നും നാളെയും തീരുന്നതല്ല. നമ്മൾ എന്ന് മരിക്കുന്നു അതുവരെ ഈ പോരാട്ടം തുടരും. നമുക്ക് ഒരു എതിരാളി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഒരു എതിരാളി. ഒരു വീണ്ടും ജന്മത്തിലേക്ക് നാം നടക്കുമ്പോഴാണ് നമുക്കൊരു എതിരാളി പുതിയതായിട്ട് ഉണ്ടാകുന്നത്. അതുവരെ നമുക്കൊരു എതിരാളിയില്ല. ഇഷ്ടം പോലെ ജീവിക്കാം, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം, ഇഷ്ടം പോലെ എന്തും കടിക്കാം, എന്തും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഒരു പ്രശ്നവും നമുക്കില്ല. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് എന്നൊരു തീരുമാനമെടുത്തു, അപ്പോൾ മുതൽ നമുക്കൊരു പ്രതിയോഗിയെ പിശാച് നിയോഗിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മെ പ്രോത്സാഹിപ്പിക്കാനല്ല, നേരെ മറിച്ച് നമ്മെ പിന്തിരിപ്പിക്കാനാണ്. നമ്മെ പിന്തിരിപ്പിക്കണം. ആ രീതി തുടരണ്ട, ആ രീതി വേണ്ട, അങ്ങനെ പോകണ്ട എന്ന് നമ്മളെ നിർബന്ധിച്ച് സ്വാധീനിച്ച്. അപ്പൊ ഈ പോരാട്ടം ഓരോ വ്യക്തികളിലും ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. ഈ പോരാട്ടം ആത്മീക പോരാട്ടം. അതിന് പറയുന്ന വാക്ക് ആത്മീക പോരാട്ടം എന്നാ. സ്പിരിച്വൽ വാർഫെയർ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. അതിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ആ യുദ്ധം എപ്പോൾ തീരും? ഒരാൾ തോക്കണം, രണ്ടു കൂട്ടരും ജയിക്കത്തില്ല. രണ്ടു കൂട്ടരും കൂടെ ജയിക്കത്തില്ല. ഒരാളെ ജയിക്കും. ഒരാൾ ജയിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റേ ആൾ തോക്കുമെന്നാണ്. മറ്റേ ആൾ തോറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റേ ആൾ ജയിച്ചെന്നാണ്. രണ്ടുപേരും കൂടെ തോക്കത്തില്ല, രണ്ടുപേരും കൂടെ ജയിക്കത്തുമില്ല. ഒരാൾ തോറ്റേ പറ്റൂ. പിശാചിന്റെ പരിശ്രമം അത് തന്നെയാ, നമ്മെ തോൽപ്പിക്കുക. നമ്മെ ഈ ആത്മിക പോരാട്ടത്തിൽ നമ്മൾ തോൽക്കുക. നമ്മൾ തോൽവി സമ്മതിക്കണം. അല്ല, ഞാനില്ല. അതേ പിശാച് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആത്മിക പോരാട്ടം തോൽപ്പിക്കുക. അത് എങ്ങനെയൊക്കെയാണ്? ദൈവവചന സത്യത്തിലേക്ക് വരാതെ. അത് പിശാചിന്റെ പരിശ്രമമാണ്. ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ വേദപുസ്തകം വായിക്കാൻ, എന്നാൽ കുറച്ച് സമയം വേദപുസ്തകം വായിക്കാമെന്ന് കരുതി ഒഴിഞ്ഞ ഭാഗത്തിരുന്നു. അപ്പോൾ ഒരു ഫോൺ വന്നേക്കുന്നു. കുറേ നാളായിട്ട് വിളിക്കാതിരുന്ന ഒരാൾ ഫോൺ വിളിച്ചു. എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഫോൺ കമ്പനിക്കാര് ഒരു പ്രത്യേക തത്വം അല്ലെങ്കിൽ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ആരാ വിളിച്ചതെന്ന് അതീ കാണിക്കും, പേര് തെളിയും. ആരാ വിളിച്ചത് നോക്കിക്കേ, ആരാ വിളിച്ചതെന്ന് അതീ കാണിക്കും. നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു പഴയ പൂർവ്വകാല സുഹൃത്ത് വിളിച്ചു, എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകം വായന അവിടെ അവസാനിച്ചോ? അല്ല, പ്രാർത്ഥിക്കാനിരുന്നു. കുറച്ച് പ്രാർത്ഥിക്കാം. ഈ പൈശാചിക സ്വാധീനം എങ്ങനെയാ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയുക. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി പല കാര്യങ്ങളിൽ നിന്ന് വിട്ട് എങ്ങനായിരുന്നു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് മുറിയിൽ കയറി. അപ്പോൾ ബെല്ലടിച്ചു. പോസ്റ്റ്മാൻ വന്നിരിക്കുന്നു. എന്തൊക്കെയോ കടലാസിൽ ഒപ്പിടണം. പോസ്റ്റ്മാൻ വന്നു. ആ പ്രാർത്ഥന അവിടെ അവസാനിച്ചു. ദൈവവചനത്തിന്റെ അനുസരണം, വചനം അനുസരിക്കാം. ഇനിയിപ്പോൾ വചനപ്രകാരമൊക്കെ ജീവിക്കണം. എങ്ങനെങ്കിലുമല്ല, അത് വചനം ആവശ്യപ്പെടുന്ന പോലെ തന്നെയുള്ള അനുസരണം. വചനം ആവശ്യപ്പെടുന്നു. നമ്മൾ വേദപുസ്തകം കൊണ്ടു നടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം പ്രകാരമൊക്കെ ഒന്ന് ജീവിക്കാൻ പരിശ്രമിക്കുന്നു. അതല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതം ഇതിൽ നമുക്ക് എത്രയോ വ്യത്യാസമാണ്. ഉറച്ച വിശ്വാസം, ഒരു ദീക്ഷണശാലി, ഒരു എരിവുള്ള, ഒരു തീക്ഷ്ണതയുള്ള, ഏത് സമയത്തും എന്ത് കാര്യവും നീക്കിവെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത, ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ചിന്ത,
ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് എന്തു ത്യാഗവും സഹിച്ച് പോണമെന്നുള്ള ചിന്ത. പക്ഷെ നേരെ മറിച്ച് ഇതിനെയൊക്കെ തകിടം മറിക്കാൻ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടിടുക, അനുസരിക്കാതിരിക്കത്തക്കവണ്ണം അതിനുള്ള ഒരു പരിശ്രമം മറുഭാഗത്തുണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് ആത്മിക പോരാട്ടം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിശാച് നേരിട്ട് ഇറങ്ങി വന്ന് ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ജഡത്തിൽ ഇങ്ങോട്ട് വന്ന് ഒന്നും പറയുന്നില്ല, പറയത്തില്ല. നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മറ്റൊരാളെ വിട്ടെന്ന് വരാം. നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രാർത്ഥന അവിടെ തീർന്നു. ഈ രീതിയിലാണ് ഈ തരത്തിലുള്ള ശത്രുവിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ശത്രുവിൻ്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഈ ശത്രുവിൻ്റെ ലക്ഷ്യം? അതിനൊന്നും സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കാറില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില യുദ്ധങ്ങളുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം, നമ്മുടെ കൂടെ വീട്ടിലുള്ള വ്യക്തികൾ കൂടെ, നമ്മുടെ മക്കളിൽ കൂടെ, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യക്തിപരമായ പരാമർശങ്ങളും ഒക്കെ നമ്മുടെ ആത്മീക ജീവിതത്തെ ഉഴച്ചു മറിച്ച് കളയാൻ പിശാച് ആ ഒരു രീതി സ്വീകരിക്കും. പിശാചിന് അറിയാം ഒരു വ്യക്തിയെ ഏത് നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന്. അവനെ കുഴയ്ക്കാൻ, അവനെ മറിച്ചിടാൻ, അവൻ്റെ ആത്മിക ജീവിതത്തിൽ അവനെ പിന്തിരിപ്പിക്കാൻ ഏത് മാർഗം അവലംബിക്കണമെന്ന് പിശാചിന് തൻ്റെ അനുഭവത്തിൽ നിന്ന് അറിയാം. പ്രൈസലോ, അനുഭവത്തിൽ നിന്ന് പിശാചിനറിയാം എന്താ ഈ ഓരോ വ്യക്തിയോടും പിശാച് ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങളും അവൻ്റെ ടൂൾസും പ്രത്യേകമാണ്. ഒരു വ്യക്തി, അവന് ടി വിയോടുള്ള കൂടുതൽ താല്പര്യം, സീരിയൽ കാണണം. സീരിയൽ നമ്മുടെ സമയം നല്ലൊരു ഭാഗം അപഹരിച്ചു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് സീരിയലല്ല പ്രശ്നം, അവന് ഫുട്ബോൾ മാച്ചാണ് പ്രധാനം. ഉറങ്ങാതിരുന്ന ഒരു രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന ഫുട്ബോൾ മാച്ച് ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടില്ലേ? വേറൊരാൾക്ക് ഹോക്കി, രാത്രി ഉറങ്ങാതിരുന്ന് അത് കാണുന്നു, ഹോക്കിയുടെ മാച്ച്. അതേസമയം അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ഉറക്കം തൂങ്ങി വീഴും. അതുകൊണ്ട് നമ്മൾ 7 മണിക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. എല്ലാവർക്കും സൗകര്യം. മറ്റത് ഫുട്ബോൾ മാച്ച് കാണുന്നതിന് ഒരു പ്രയാസവുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു പൈശാചിക സ്വാധീനം നമ്മെ അലട്ടുന്നത്. അതൊരു ഒരു 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 പക്വതയുള്ള ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അവനെയും ഇത് ശരിയായ നിലയിൽ ബാധിക്കും. നമ്മുടെ സമയം കളയാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അലങ്കോലമാക്കാൻ, നമ്മുടെ ആത്മീക ജീവിതത്തിന് പാപ്പരത്വം ഉണ്ടാക്കാനൊക്കെ ഉള്ളതാണ് പിശാചിൻ്റെ പരിശ്രമം എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ആവശ്യമുണ്ടാകുന്നു. നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലും ഈ യുദ്ധമുണ്ടാകും എന്നുള്ള കാര്യം നാം അറിയണം. വ്യക്തിപരമായ നിലയിൽ ജീവിതം താറുമാറാകത്തക്കവണ്ണം എന്ത് ചെയ്യണമെന്ന് പിശാചിനറിയാം. നമ്മെ അനാത്മികനാക്കാൻ, ആത്മികനെ ജഡമുള്ളവനാക്കി, ഒരു ജഡിക ചിന്തയുള്ളവനാക്കി മാറ്റാൻ, അതൊക്കെ പിശാചിന് നല്ലവണ്ണം അറിയാം എന്നുള്ള കാര്യം കൂടെ ഇവിടെ നാം ഓർക്കണം. അപ്പൊ അതിന് ദൈവം നമുക്ക് ചില ഉപാധികൾ തന്നിട്ടുണ്ട്. നമ്മൾ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, ജഡചിന്ത ദൈവത്തോട് ശത്രുത്വമാണെന്ന്. ജഡത്തിന്റെ ചിന്ത മുഴുവനും ദൈവത്തോട് ശത്രുത്വം. അപ്പം ആ നിലയിൽ നീങ്ങരുതെന്നും ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ കുഴച്ചു കളയരുതെന്ന്, താറുമാറാക്കരുതെന്നൊക്കെ കർത്താവിൻ്റെ വചനത്തിൽ നിർദ്ദേശമുണ്ട്. നമുക്ക്
8-ാം അധ്യായത്തിന്റെ റോമാലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ജഡത്തിന്റെ ചിന്ത ഒരു മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നെന്ന്, ജഡത്തിന്റെ ചിന്ത അവനെ മരണത്തിൽ കൊണ്ടെത്തിക്കുക, നിത്യജീവനിൽ നിന്ന് അകറ്റിക്കളയുന്നു. ആത്മാവിന്റെ ചിന്തയോ അപ്പൊ ജഡത്തിന്റെ ചിന്തയുടെ റിസൾട്ട് എത്ര? ജഡത്തിന്റെ ചിന്ത നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു? അതിൻ്റെ റിസൾട്ട് ഒന്നേ ഉള്ളൂ, ആ റിസൾട്ട് മരണമാണ്. അതേസമയം തന്നെ ആത്മാവിന്റെ ചിന്ത റിസൾട്ട് എത്രയാണെന്ന്? ജീവനും സമാധാനവും. അത് 2 റിസൾട്ട്, 2 അതിന്റെ റിസൾട്ട്. മറ്റതിന് 1 റിസൾട്ട്, ഇതിന് 2 റിസൾട്ട്. വേദപുസ്തകം അടുക്ക വെക്കണം. ഇതൊക്കെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് സൂക്ഷിക്കുകയും കൂടെ ചെയ്യണം വരും ദിവസങ്ങളിൽ നമുക്ക് അറിവിന് വേണ്ടി. അപ്പം ആത്മിക ചിന്ത നമുക്ക് 2 റിസൾട്ടാണ് തരുന്നത്. 1 ജീവൻ, 2 സമാധാനം. അപ്പം നമ്മുടെ സമാധാനം നമ്മൾ വിചാരിച്ചാൽ കളയാൻ പറ്റും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടാകേണ്ട സമാധാനം നമ്മൾ വിചാരിച്ചാൽ കളയാം. എങ്ങനെ? ആത്മിക ചിന്ത മനുഷ്യനിൽ സമാധാനവും ജീവനും കൊടുക്കുന്നു. സമാധാനം അതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. അതാ മറ്റൊരു കാര്യം, ജഡസ്വഭാവം. അപ്പൊ ജഡിക ചിന്തകളൊക്കെ ആത്മാവിന്റെ സ്വാധീനം കൊണ്ട് അതിനെയൊക്കെ നിർവീര്യമാക്കണം. ഏത് സമയത്തും പിശാച് നമ്മോട് പോരാടുന്നത് നമ്മുടെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ആത്മിക ചിന്തയെ നമ്മിൽ നിന്ന് എടുത്തു കളയാനാണ് എല്ലാ പരിശ്രമവും. ആത്മിക ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുക, അത് പ്രത്യേകം അറിയേണ്ട കാര്യമാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. അത് ഇവിടെ പ്രത്യേകം ആ വാക്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വായിക്കേണ്ടതാണെങ്കിലും സമയത്തിന്റെ കുറവ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പം ദൈവം നമുക്ക് ഒരു ആത്മിക കവചം തന്നിട്ടുണ്ട്. ആത്മിക കവചം യുദ്ധമുഖത്ത് നിൽക്കുന്ന പടയാളികൾക്ക് പഴയ കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ കാലത്തൊക്കെ ഒരു വാളും ഒരു കുന്തവും ഒക്കെ അന്നുള്ളത്. യുദ്ധായുധങ്ങൾ, ഒരു വാള്, ഒരു കുന്തം, ഒരു പരിച. ചിലർക്ക് കുന്തമേ കാണുകയുള്ളൂ. അത് എങ്ങനെയുള്ളത്? മരം കൊണ്ടുണ്ടാക്കിയ കുന്തം. ഇന്ന് കാലം പോയി. ഇന്ന് യുദ്ധമുഖത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും വീര്യമുള്ള, ഏറ്റവും കിടയാർന്ന ശക്തി ആർജിച്ച LMG യുടെ തോക്കുകള്, ബോഫേഴ്സ് തോക്കുകളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റിൽ 100 കണക്കിന് ബുള്ളറ്റ് പായിക്കാൻ കഴിയുന്ന യന്ത്രത്തോക്കുകൾ. ഇതൊക്കെയാണ് ശത്രുവിന് നേരെ എയ്ത് വിടുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ ശത്രു എയ്ത് വിടുന്ന ഏത് കൂരമ്പുകളെയും, നമ്മുടെ നേരെ ഉന്നം വെച്ച് എയ്യുന്ന ശത്രുവിന്റെ ഏത് യുദ്ധായുധങ്ങളെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയുണ്ട്. അത് ധരിച്ചാൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. ദൈവത്തിന്റെ സർവായുധവർഗം അത് ഒരു കൂട്ടം ആയുധവർഗമാണ്.
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്ന് ലഭ്യമായ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളെയാണ് അന്ന് ഭാരതത്തിലെ പടയാളികൾക്ക് ഗവൺമെന്റ് നൽകിയത്. ഏറ്റവും കിടയാർന്ന. ശത്രുവിന്റെ കയ്യിൽ എന്തെല്ലാം ആയുധമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ എന്തെല്ലാം ആയുധം ഉണ്ട്, എന്തെല്ലാം ആയുധം ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള നിലയിലാണ് എതിർ ചേരികൾ ആയുധം കരുതുന്നത്. അപ്പോൾ അതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമുക്ക് സർവായുധ വർഗമുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്ത അത് ദൃശ്യമല്ലെന്നുള്ള കാര്യം ഓർക്കണം. ദൃശ്യമല്ല, നമുക്ക് എടുത്ത് വേറൊരാളെ കാണിക്കാവുന്നതല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവായുധ വർഗം. അത് വിശ്വാസത്താൽ നാം സർവായുധ വർഗം ധരിക്കുകയാണ്. ആ കവചം ധരിച്ച് രക്ഷപ്പെടാൻ നമ്മുടെ കൈവശം ആ വിധത്തിലുള്ള ആയുധം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. യുദ്ധമുഖത്തി എന്നപ്പോഴാണ് ആയുധമെടുക്കാൻ മറന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്തു. കുടിക്കാൻ വെള്ളം, ഭക്ഷിക്കാൻ കുറച്ച് ആഹാരം, ഇതൊക്കെ എടുത്തു. പക്ഷേ തോക്കെടുക്കാൻ വിട്ടുപോയാലോ? തോക്കെടുക്കാൻ മറന്നുപോയി പടയാളി. ക്യാമ്പിൽ വെച്ചിരിക്കുക, തോക്കെടുക്കാൻ മറന്നു. അവിടോട്ട് യുദ്ധമുഖത്ത് തോക്കില്ലാതെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? യുദ്ധമുഖത്ത് ഒരു തോക്കില്ലാതെ പോയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്ക് മുഖാമുഖം കണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായ നിലയിൽ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ നമുക്കിത് നമ്മുടെ ക്ലാസ് കുറെ കൂടെ സജീവമായേനെ. മാത്രമല്ല, നിങ്ങൾക്ക് അപ്പോഴപ്പോൾ സംശയങ്ങൾ ചോദിക്കാൻ, ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ സംശയ നിവാരണം വരുത്താൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യുദ്ധത്തിന് പോകുന്ന ഒരു പടയാളിക്ക്, യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളി മറ്റെല്ലാ സാധനവും എടുത്തു. കുടിക്കാൻ വെള്ളം എടുത്തു, ഭക്ഷണം എടുത്തു, ഇതൊക്കെ എടുത്തു. പക്ഷേ അബദ്ധവശാൽ തോക്കെടുക്കാൻ മറന്നു. തോക്കെടുത്തില്ല. പോയിട്ട് കാര്യമുണ്ടോ? അത് എടുക്കാൻ മറന്നുപോയി. അതിനെ പ്രതിരോധിക്കാനുള്ള ഉപകരണം കയ്യിൽ വേണം. ശത്രുവിൻ്റെ എഴുതി വിടുന്ന ഏത് ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള, അതിന് ഉതകുന്നതല്ല അതിനേക്കാൾ മീതെയുള്ള ഉപകരണങ്ങൾ നമ്മുടെ കൈവശമുണ്ടാകണം. എന്നാലേ നമുക്കതിനെ ശക്തിയുക്തം പ്രതിരോധിക്കാനായി സാധിക്കും. പ്രതിരോധനം അത് നമ്മളെ സംബന്ധിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ആയുധങ്ങൾ ദൃശ്യമല്ല. ഒരു തോക്കെടുത്ത് കാണിക്കാൻ നമ്മുടെ കയ്യിലില്ല. അത് നമ്മുടെ ആയുധവുമല്ല. പകരം ദൈവത്തിന്റെ സർവായുധ വർഗം. ശത്രു എഴുതി വിടുന്ന ഒരായുധവും നമ്മുടെ മേൽ ഫലിക്കുകയില്ല. നമുക്ക് ഇതിന് തത്തുല്യമായിട്ടുള്ള നിലയിൽ ദാവീദ് ഒരു ബാലനായിരുന്നപ്പോൾ ഇസ്രായേൽ നിരകളോട് വന്ന് വെല്ലുവിളിക്കുന്ന ഒരു ശത്രുവിനെ നമുക്ക് കാണാനുണ്ട്. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത്. വലിപ്പത്തിലും എല്ലാറ്റിലും ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ. അവനൊരു മനുഷ്യൻ തന്നെയാണ്, പക്ഷെ പിശാചിന്റെ ഒരു പ്രതിനിധിയാണെന്ന് മാത്രം. 40 ദിവസം വെല്ലുവിളിക്കുന്നു. 40 ദിവസം രാവിലെ മുൻപോട്ട് നീങ്ങി നിന്ന് ഉറക്ക വെല്ലുവിളിക്കും.
എന്നോട് എതിർക്കാൻ കരുത്തുള്ളവനുണ്ടെങ്കിൽ മുമ്പോട്ട് വാ. ഇത് അവന്റെ വാക്ക്. എന്നോട് എതിർക്കാൻ, എന്നെ തോൽപ്പിക്കാൻ കഴിവുള്ളവനുണ്ടെങ്കിൽ ഇറങ്ങി വാ. രാവിലെ 8 മണിക്കാണെന്ന് സങ്കല്പിക്കൂ. രാവിലെ 8 മണിക്ക്, എല്ലാ ദിവസവും രാവിലെ 8 മണി അവൻ രംഗത്ത് വരും. ആർക്കെങ്കിലും എന്നോട് പോരാടാൻ ധൈര്യമുണ്ടെങ്കിൽ കയറി വാ. ആരും പോയില്ല. വൈകുന്നേരവും 8 മണിക്ക് അവൻ വെല്ലുവിളിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വാ. ആരും വന്നില്ല. ഇങ്ങനെ എത്ര ദിവസം? ഇങ്ങനെ എത്ര ദിവസമെന്നാ? എത്ര ദിവസമായി ഇങ്ങനെ? ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം എത്ര? ദൈവത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വരെ അതുപോലെ പ്രവർത്തിക്കും. ഇങ്ങനെ ഗോലിയാത്ത് വെല്ലുവിളിച്ചത് 40 ദിവസമാണ്. ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായം. 40 ദിവസം ഇങ്ങനെ വെല്ലുവിളിച്ചു. രാവിലെ, വൈകുന്നേരം, പിന്നെയും അടുത്ത ദിവസം രാവിലെ, പിന്നെയും വൈകുന്നേരം. അങ്ങനെ 40 ദിവസം കൊണ്ട് എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചു? 80 പ്രാവശ്യം വെല്ലുവിളിച്ചു. നോക്കിക്കേ അവന്റെ ആ നിലവിളി. അവന് ഉറക്കെ വെല്ലുവിളി. അത് 40 ദിവസം, 40 80 പ്രാവശ്യം വെല്ലുവിളിച്ചു. ആരും മുന്നോട്ട് വന്നില്ല. ഒടുക്കം മുന്നോട്ട് വന്ന ഒരു കുട്ടിയാ. ശൗലിന് സാധിച്ചില്ല. അവിടുത്തെ സൈന്യാധിപന്മാർക്ക് സാധിച്ചില്ല. ഒറ്റ വ്യക്തിയേ ഉള്ളു കേട്ടോ, ഒറ്റ വ്യക്തിയാ. ആർക്കും സാധിച്ചില്ല. ആ വെല്ലുവിളി ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണ്ടേ? 80 പ്രാവശ്യം. ഒടുക്കം ആ വെല്ലുവിളി ഏറ്റെടുത്ത ഒരു ചെറിയ കുട്ടിയാണ്. അവൻ്റെയൊക്കെ പ്രതിരോധ നടപടികൾ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഇല്ലാത്ത ആയുധങ്ങളില്ല. ഗോലിയാത്തിന്റെ കയ്യിൽ ഇല്ലാത്ത ആയുധമില്ല. അന്നത്തെ ലോകത്ത് അറിയപ്പെട്ട എല്ലാ വക സാധനങ്ങളും അവന്റെ പകലുണ്ട്. നെയ്ത്തുകാരുടെ പടപ്പുതടി പോലുള്ള വലിയ പടുകൂറ്റൻ ഒരു കുന്തം അവന്റെ കയ്യില്, ഒരു വേല്, വാള് എന്ന് വേണ്ട എല്ലാം. ഈ കുട്ടി മുമ്പോട്ട് വന്നു. അവന്റെ ഭീമൻ രൂപം, അവന്റെ ഭീമൻ ശരീരം ആകെ ഒന്ന് വിലയിരുത്തി. ഇതിവിടെ ശരിയാവത്തില്ല. കുട്ടി ഓടി ഒളിച്ചോ. അവന്റെ ചേട്ടന്മാര് പറഞ്ഞു, നീ ഈ സാഹസത്തിന് നിൽക്കണ്ട, ഈ സാഹസത്തിന് നീ നിൽക്കണ്ട. അവന്റെ രാജാവ് പറഞ്ഞു, ഈ സാഹസത്തിന് നീ നിൽക്കണ്ട. പിന്തിരിപ്പിച്ചു. പക്ഷെ അവൻ പറഞ്ഞു, ഇല്ല, എനിക്കിത് ചെയ്തേ പറ്റൂ. എൻ്റെ രാജ്യത്തെ എനിക്ക് രക്ഷിക്കണം. എൻ്റെ ദൈവം ആണ് എനിക്ക് വലുത്. ഞാൻ ദൈവനാമത്തിൽ അങ്ങോട്ട് ചെല്ലും. അവൻ്റെ ഉറപ്പും വിശ്വാസം കൊണ്ടോ. അപ്പോൾ പിശാചിനെ എങ്ങനെ നേരിടണമെന്ന്, പൈശാചിക ശക്തികളെ, ഈ ആത്മിക പോരാട്ടത്തെ, നാം ജീവിച്ചിരിക്കുന്ന സമയം മുഴുവനും നമുക്ക് പോരാട്ടമുണ്ട്. പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ലെന്ന്. ആരോടല്ല, പിന്നെ ആരോടാണ് എന്ന് പൗലോസ് വ്യക്തമാക്കി. സ്വർലോകത്തിലെ, ആകാശത്തിലെ ദുഷ്ടാത്മസേനയോട് നമുക്കൊരു പോരാട്ടം. അതിനെ നമ്മൾ അതിജീവിക്കണം. നമ്മൾ അതിനെ അതിജീവിച്ചില്ലെങ്കിൽ അത് നമ്മളെ അതിജീവിക്കും, നമ്മുടെ മേൽ വരും. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമയമായോ? 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന് 5 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള രംഗമുണ്ട്.
നിങ്ങളത് കണക്കൂട്ടി വെച്ചോ, എന്തെങ്കിലും ഇത് സംബന്ധിച്ച് എനി ഡൗട്ട്. ഓക്കെ, അപ്പൊ അത് സംബന്ധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു ചെറിയ കുട്ടി ആ രംഗത്ത് സജീവമായത് കണ്ടോ, അവന് സാധിക്കും. അവന് പറഞ്ഞ് എനിക്ക് സാധിക്കുമെന്ന്. എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, എൻ്റെ ആയുധം അതിന് പോരാ. ശൗല് പറഞ്ഞ് എൻ്റെ ആയുധം തരാം, നിനക്ക് കടം തരാം, എൻ്റെ ആയുധം. അവൻ പറഞ്ഞു വേണ്ടാന്ന്. എൻ്റെ പടച്ചട്ട നിനക്ക് ഞാൻ കടം തരാം, അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ. അവൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പം ശത്രുവിനെ എതിരിടാൻ ഈ ആത്മിക പോരാട്ടത്തിൽ നമുക്ക് തന്നെ ഒരു ഉദ്ദേശം, ഇവിടെ ഞാൻ പരാജയപ്പെടത്തില്ല, ഈ ആത്മിക പോരാട്ടത്തിൽ ഞാൻ തോക്കത്തില്ല, എനിക്കായിരിക്കും ജയം, എൻ്റെ ഭാഗത്ത് ജയമുണ്ടാകും, എൻ്റെ ഭാഗത്ത് തോൽവി ഉണ്ടാകത്തില്ല. അതിനുള്ള ആത്മശക്തി ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ പ്രാപ്തി കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ സാധിക്കുന്ന ഒന്നല്ല പിശാചിനോട് ഏറ്റുമുട്ടി ജയിക്കുക എന്നുള്ളത്. നമ്മുടെ ശക്തി പോരാ അതിന്. നമ്മുടെ സാമ്പത്തിക ശേഷിയോ നമ്മുടെ സ്വാധീനം കൊണ്ടോ ഇവിടെ വിജയിക്കത്തില്ല. ഈ ലോകത്തിൽ വിജയിച്ചെന്ന് വരാം, ഇവിടെ അത് സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ശത്രുവിനോട് എതിർത്ത്, ശത്രുവിനോട് പോരാടി അതിൽ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം, ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ. ഇവിടെ ദാവീദ് ഒരു അഭിഷിക്തൻ എന്നുള്ള നിലയിൽ ശൗൽ പല പ്രാവശ്യം തൻ്റെ കയ്യിലിരുന്ന മൂർച്ച വരുത്തിയ കുന്തം അവൻ്റെ നേരെ എറിഞ്ഞത് നമ്മൾ ഓർക്കണം. ചുമരോട് ചേർത്ത് അവനെ കുത്തി തറച്ചു നിർത്താൻ, ആ ചുമരിൽ തറച്ചു നിർത്താനായിരുന്നു ശൗലിൻ്റെ ശ്രമം. തൻ്റെ കുന്തം എറിഞ്ഞു അവനെ ചുമരോട് ചേർത്ത് തറച്ചു നിർത്താൻ. പക്ഷേ അത് അവന് സാധിച്ചില്ല. അവൻ മാറിക്കളഞ്ഞു. കുന്തം ചുവരെ തറച്ചു. കുന്തം ചുവരെ തറച്ചു നീക്കുന്നു. ദാവീദ് ഒഴിഞ്ഞു മാറി. പക്ഷേ ആ കുന്തം ദാവീദ് പുത്രന്റെ വിലാപ്പുറത്ത് ആ കുന്തം ഏറ്റു. അവൻ മാറിയില്ല. ദാവീദ് ഒഴിഞ്ഞു മാറിയപ്പോൾ ദാവീദ് പുത്രന്റെ വിലാപ്പുറത്ത് ക്രൂശിന്മേൽ ചേർത്ത് നിർത്തിയേക്കുന്നു. വിലാപ്പുറത്ത് കുന്തം കൊണ്ടത് നമുക്കറിയാം. വാക്ക് നിർത്തട്ടെ. ഇതിൽ ശ്രദ്ധിച്ച, ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹ സമ്പൂർണമായ വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട കർത്തൃദാസൻ ഷാജുവിനെ പ്രത്യേകമായിട്ട് ഓർത്ത് സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.